ട്രംപിനെപ്പോലെ ഒരാൾ ഇത്രയും ഗൗരവമേറിയ വിഷയത്തിൽ ഇതുപോലെ പറയുമ്പോൾ അതേപ്പറ്റി പ്രതികരിക്കേണ്ടത് ആരാണ്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ ഉദ്യോഗസ്ഥനാണോ അതോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണോ? ഇന്ത്യക്ക് വേണ്ടി മിണ്ടേണ്ട പല ഘട്ടങ്ങളിലും ഈ പ്രധാനമന്ത്രി മിണ്ടാൻ കൂട്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മിണ്ടാൻ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ദയനീയമായ ഭീരുത്വം നിറഞ്ഞ കീഴടങ്ങൽ, അമേരിക്കയെ കാണുമ്പോൾ കവാത്ത് തുറക്കുന്ന ഈ രീതി, എന്താണ് രാഷ്ട്രപതിക്ക് അയോഗ്യത? രാഷ്ട്രപതി സ്ത്രീ ആയതുകൊണ്ടാണോ? രാഷ്ട്രപതി ആദിവാസി ആയതുകൊണ്ടാണോ? രാഷ്ട്രപതി ഒരു വിധവയാണ്, അതാണോ അയോഗ്യത? BJP ഇപ്പോഴെങ്കിലും പറയണം. അസംബ്ലിയോ പാർലമെൻറ്റോ ഒരു ബില്ല് പാസ്സാക്കിയാൽ ആ ബില്ല് നിയമമായി നടപ്പിലാക്കപ്പെടണമെങ്കിൽ ഗവർണേഴ്സിൻ്റെയോ പ്രസിഡൻറ്റിൻ്റെയോ അനുമതി വേണം. ആ അനുമതിക്ക് അയച്ചു കൊടുത്താൽ നിരുത്തരവാദപരമായി ആ ബില്ലുകളുടെ മേൽ അവർ അടയിരിക്കുകയാണ്. രാജ്ഭവനുകൾ സംസ്ഥാനങ്ങളിലെ BJPയുടെ ക്യാമ്പ് ഓഫീസായി മാറാൻ പാടില്ല. കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിമിതികൾക്കപ്പുറത്ത് മനുഷ്യപക്ഷത്തിൻ്റെതായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മാധ്യമപ്രവർത്തനത്തിൽ വേറിട്ട ഒരു സരണി വെട്ടിത്തുറന്ന മുൻ ടെലിഗ്രാഫ് പത്രാധിപർ R രാജഗോപാലും തമ്മിൽ സംസാരിക്കുന്നു. ലോകവും ഇന്ത്യയും കേരളവും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയാണ് ഈ സംഭാഷണത്തിലൂടെ. നമസ്കാരം. എനിക്ക് തോന്നുന്നു നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന തൊട്ട് ഏറ്റവും സമകാലീനമായ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ അതിർത്തിയിൽ നടന്ന പ്രശ്നങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലൊരു ഉത്തരവാദിത്ത പാർട്ടി എന്ന നിലയിൽ CPI എടുത്ത നിലപാട് ആ സമയത്ത് സംയമനം പാലിച്ചു. അതങ്ങനെ തന്നെ ആയിരിക്കണം ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ ഈ നമ്മൾ ആ ക്രൈസിസ് പോയിന്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ലെവലിലേക്ക് എത്തി. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പുറത്തേക്ക് ഡെലിഗേഷൻസിനെ പല വിദേശ സർക്കാരുകളെയും ബ്രീഫ് ചെയ്യാനായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം വരുമ്പോൾ പുറത്തുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കകത്ത് നമ്മുടെ പൗരർക്കിടയിൽ പല സംശയങ്ങളുമുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ CPI എന്ന പാർട്ടിക്കുള്ള സംശയങ്ങളും, പ്രത്യേകിച്ച് ഈ ഡിഫൻസുമായിട്ട് പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ചില കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരാം. പക്ഷേ ഞാനതല്ല ഉദ്ദേശിച്ചത്. ഇതിനകത്ത് നമുക്ക് ആദ്യം പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ നിലപാട് നമ്മൾ പലപ്പോഴും വളരെ വ്യാകുലതയോടെ കണ്ടത് ഈ സംഭവം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് 1-2 രാജ്യങ്ങളല്ലാതെ, അതും നമുക്ക് വളരെയധികം പറയാൻ അഭിമാനിക്കാവുന്ന രാജ്യങ്ങളല്ല, ആ രാജ്യങ്ങളല്ലാതെ മറ്റ് പലരും ഇന്ത്യയുടെ കൂടെ, അവരെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞെങ്കിലും ഇന്ത്യയുടെ കൂടെ നിന്നോ എന്നൊരു സംശയം. ഇതൊരു വലിയൊരു ഒരു ക്രൈസിസ് ഇല്ലേ നമ്മുടെ വിദേശകാര്യ നയത്തിൽ? ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിനെക്കുറിച്ചൊരു ചർച്ചയുടെ ആവശ്യമല്ലേ? മുൻകാലങ്ങളിൽ വിദേശകാര്യങ്ങൾ നയങ്ങളെക്കുറിച്ച് സാധാരണ നമ്മൾ പോളണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് കളിയാക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും CPI വളരെ മുന്നിട്ട് ഈ കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാൻ മുൻകൈ എടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതിനെക്കുറിച്ച് താങ്കൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? രാജ്യരക്ഷ ചുരുക്കേണ്ട രാജ്യ താല്പര്യങ്ങൾ, അതിൻ്റെ ഏത് വിഷയം വന്നാലും ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർക്ക് സന്ദേഹമേ ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ അടിമുടി ആ താല്പര്യമുണ്ട്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങളും അതിർത്തിഭദ്രതയും രാജ്യരക്ഷയും അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഇന്ത്യയുടെ അതിർത്തിഭദ്രതയ്ക്ക് നേരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൗലികമായ താല്പര്യങ്ങളെ ചെറുക്കാൻ നീക്കമുണ്ടായാൽ അതിനെ ഒരു കാരണവശാലും സന്ധി ചെയ്യാതെ എതിർക്കാനും തോൽപ്പിക്കാനും ഈ നാട് ഒറ്റക്കെട്ടായി നിൽക്കണം. അതിന് മുൻപന്തിയിലുണ്ടാകും കമ്മ്യൂണിസ്റ്റുകാർ. അതിർത്തിയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഘർഷ കാലാവസ്ഥയിലും സംശയം ഏതും കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു, ടെററിസം, ഭീകരവാദം തെറ്റാണ്. ഭീകരവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള മണ്ണായി ഇന്ത്യ മാറാൻ നമ്മൾ വിടില്ല. അത്തരം താല്പര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും പിടിച്ചു കെട്ടും. ആ കൽപ്പിനെക്കൊണ്ട് ഇന്ത്യൻ ജനങ്ങൾ, ഇന്ത്യയുടെ സൈന്യം ധീരമായി പോരാടി. ആ പോരാട്ടങ്ങൾക്കെല്ലാം മുഴുവൻ ജനങ്ങളും കൊടുത്ത പിന്തുണയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, നാളെയും ഉണ്ടാകും. പക്ഷേ ചില വിഷയങ്ങളിൽ രാജ്യം ചില ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നിർണായകമായൊരു വേളയിൽ ഒരു പ്രസ്താവന വന്നു. പ്രസ്താവിച്ച ചെറിയ ആളല്ല, അമേരിക്കൻ പ്രസിഡൻ്റാണ്. ആ സീസ് ഫെയറിൽ, വെടിനിർത്തലിൽ അമേരിക്ക വഹിച്ച പങ്കിനെപ്പറ്റി US പ്രസിഡൻറ്റ് പറയുന്നു. ഒരു വട്ടമല്ല 2 വട്ടം പറഞ്ഞു, ഞാനാണത് നെഗോഷിയേറ്റ് ചെയ്തതെന്ന്. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടായേനെ എന്നും പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങേയറ്റം തെറ്റാണ്. ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യക്ക് വേണ്ടി പറഞ്ഞത് വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. അത് ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന, ഇന്ത്യയുടെ അതിർത്തി ഭദ്രതയ്ക്ക് വേണ്ടി നിലകൊണ്ട, ഭീകരവാദത്തെ ചെറുക്കാനായി ഒരുപോലെ പോരാടിയ
എല്ലാ ജനങ്ങളെയും അമ്പരപ്പുണ്ടാക്കി. ട്രംപിനെപ്പോലെ ഒരാൾ ഇത്രയും ഗൗരവമേറിയ വിഷയത്തിൽ ഇതുപോലെ പറയുമ്പോൾ അതേപ്പറ്റി പ്രതികരിക്കേണ്ടത് ആരാണ്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനാണോ അതോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണോ? എന്തുകൊണ്ട് പ്രധാനമന്ത്രി മൗനം പാലിച്ചു? എന്തുകൊണ്ട് ഇപ്പോഴും മൗനം പാലിക്കുകയാണ്? അദ്ദേഹത്തിൻ്റെ മൗനം വാചാലമായ മൗനമാണ്. അമേരിക്കയുടെ മുമ്പിൽ ഇന്ത്യക്ക് വേണ്ടി മിണ്ടേണ്ട പല ഘട്ടങ്ങളിലും ഈ പ്രധാനമന്ത്രി മിണ്ടാൻ കൂട്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മിണ്ടാൻ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഈ നാടിനെ തീർച്ചയായിട്ടും വല്ലാത്ത തരത്തിൽ വിസ്മയിപ്പിക്കുന്നുണ്ട്. വിസ്മയം എന്ന് വെച്ചാൽ നിരാശപ്പെടുത്തുന്ന വിസ്മയമാണത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു വന്നു? എപ്പോഴും അദ്ദേഹം പറയും, ശ്രീ നരേന്ദ്രമോദി പറയും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെപ്പറ്റി. അദ്ദേഹത്തിൻ്റെ സ്ഥിതിപാഠകന്മാർ പറയും അദ്ദേഹത്തിന് 56 ഇഞ്ചാണ് നെഞ്ചളവെന്ന് പറയും. വിശ്വഗുരുവാണെന്ന് പറയും. എന്തിനും പോന്ന നാവുണ്ടെന്ന് പറയും. നാടിന് വേണ്ടി മിണ്ടാൻ വേണ്ടി അല്ലെങ്കിൽ, യഥാസമയത്ത് ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ, നീളമുള്ള നാക്കെന്തിനാണ്? 56 ഇഞ്ച് നെഞ്ചളവെന്തിനാണ്? അതാണ് ഇന്ത്യയുടെ ചോദ്യം. ആ പ്രസ്താവന ശരിയാണെങ്കിൽ കാശ്മീർ വിഷയം അതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറിക്കൂടാ എന്നും അങ്ങനെ ആക്കാൻ സമ്മതിച്ചുകൂടാ എന്നുമാണ് എല്ലാ കാലത്തെയും ഇന്ത്യൻ നിലപാട്. ഭരണം മാറി വന്നേക്കാം, പ്രൈം മിനിസ്റ്റേഴ്സ് മാറി വന്നേക്കാം, പക്ഷേ ഇന്ത്യൻ നിലപാട് അതാണ്. കാശ്മീരിനെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റാൻ പാടില്ല. അത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ളൊരു വിഷയമാണ്. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ അത് തീർക്കേണ്ടതാണ്, തീർക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതാണ് എൻ്റെ മാർഗം. സിംല കരാറിന് മുമ്പും പിമ്പും അതാണ് ശരിയായ രാഷ്ട്രീയം, അതാണ് ഡിപ്ലോമസി. അത് ഇന്ത്യയുടെ നിലപാടായിരിക്കെ റെസ്പെക്റ്റീവ് ഓഫ് പോളിറ്റിക്സ്, രാഷ്ട്രീയ പദങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യൻ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇമാതിരി പ്രസ്താവന വന്നിട്ട് പ്രധാനമന്ത്രി പാലിച്ച മൗനം തീർച്ചയായും അപലപനീയമാണ്. അത് ഇന്ത്യയുടെ മാനാഭിമാനങ്ങളെ വ്രണപ്പെടുത്തിയതാണ്. അത് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മടിക്കുന്നില്ല. ഒന്നുകൂടെ പറയട്ടെ, ട്രംപിൻ്റെ ഭരണത്തിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യയിലെ തൊഴിലാളികളെ കൈക്കും കാലിനും കൂച്ചുവിലം കിട്ട് സൈനിക വിമാനത്തിൽ കയറ്റി 41 മണിക്കൂർ ലോകം ചുറ്റിച്ച് ഒരു ആപ്പിളും ഒരു കുപ്പി വെള്ളവും മാത്രം കൊടുത്ത് അടിമകളേക്കാളും നീചമായി പെരുമാറി ഇവിടെ എത്തിച്ചു. അമൃത്സറിൽ കൊണ്ടിറക്കി വിട്ടു. പ്രൈം മിനിസ്റ്റർ ഒരു വാക്ക് മിണ്ടിയിട്ടേയില്ല. മെക്സിക്കോ, കൊളംബിയ, ബ്രസീൽ, അവിടെയെല്ലാം ഇതനുഭവങ്ങളുണ്ടായി. അവിടെയെല്ലാം നമ്മൾ കണ്ടു. ഭരണത്തലവന്മാർ ഉറച്ചു നിന്ന് പറഞ്ഞു, തെറ്റാണെന്ന് പറഞ്ഞു. ഒരു ചെറിയ രാജ്യം പറഞ്ഞു ആ വിമാനം ഞങ്ങളുടെ നാട്ടിൽ ഇറങ്ങാൻ പറ്റില്ല, തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ആ വിമാനം തിരിച്ചു വെച്ചിട്ട് യാത്രാ വിമാനത്തിൽ അവരെ കയറ്റി അയച്ചപ്പോൾ ആ രാജ്യം സ്വീകരിച്ചു. ഇതെല്ലാം കണ്ട ലോകമാണിത്. ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ ദയനീയമായ ഭീരുത്വം നിറഞ്ഞ കീഴടങ്ങൽ. അമേരിക്കയെ കാണുമ്പോൾ കവാത്ത് പറക്കുന്ന ഈ രീതി അത് വലുതാക്കപ്പെടുകയാണ്. അത് ഇന്ത്യയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, നിരാശപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ എല്ലാം തണലിലായിരിക്കാം യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല. യുദ്ധം ഒന്നിൻ്റെയും പരിഹാരമല്ല. യുദ്ധം കൊണ്ട് ഇന്നത്തെ ലോകത്ത് ആരും ജയിക്കാനും പോകുന്നില്ല. എവിടെയായാലും ശരി ജയിക്കാൻ പോകുന്നില്ല. ആണവ ആയുധങ്ങൾ പല ഭാഗത്തും നിർബാധമുണ്ടാകുന്ന ഈ ലോക സാഹചര്യത്തിൽ ഒരു രാജ്യവും ഏത് വിഷയത്തിനും പരിഹാരം തേടുമ്പോൾ അത് യുദ്ധമാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് പുതിയ കാലത്തിൻ്റെ യുദ്ധത്തെപ്പറ്റിയും അറിയില്ല, ഡിപ്ലോമസിയെപ്പറ്റി അറിയില്ല, അവർക്ക് സമാധാനം എന്ന വാക്കുപോലും അറിയില്ല. ആൻഡ് ദേ വിൽ ബി ടേംഡ് as fools by the history tomorrow. ചരിത്രം നാളെ അവരെ വിഡ്ഢികളെന്ന് വിളിക്കും. അതുകൊണ്ട് യുദ്ധമല്ല, സമാധാനമാണ് മൗലികമായ ശരി. അത് ഇന്ത്യക്കറിയാം, ജനങ്ങൾക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ബോധത്തെ മുറുകെ പിടിച്ച പാർട്ടിയാണ്. ആ ഇന്ത്യക്ക് പേരിൽ ആരെങ്കിലും അമേരിക്കയുടെ പിന്തുണയോടെയാകട്ടെ അല്ലാതെയാകട്ടെ പാകിസ്ഥാൻ ഇടപെട്ട് പ്രശ്നം കുത്തിപ്പക്കം നോക്കിയാൽ സംശയമേ വേണ്ട, തിരിച്ചടിക്കണം, തോൽപ്പിക്കണം. ഓരോ മണ്ണും ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ്, ഓരോ ഇന്ത്യൻ ജീവനും പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തുന്ന ഏത് നീക്കത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്താങ്ങും. പക്ഷേ മൗലികമായി മാറ്റം നിൽക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയല്ല, ജനങ്ങൾ തമ്മിലുള്ള, രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദ ബന്ധങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ വ്യക്തമാക്കും. അപ്പോൾ ഈ സമയത്ത് സമാധാനത്തെക്കുറിച്ച് പറയുന്നത് രാജ്യദ്രോഹത്തിന് ഇക്വലൻ്റ് ആണെന്നുള്ളൊരു നാരറ്റീവ് പ്രത്യേകിച്ച് വലതുപക്ഷം കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, ഈ സമയത്താണ് പല മുഖ്യധാരാ മാധ്യമങ്ങളും ഈ താങ്കൾ പറഞ്ഞ പ്രത്യേകിച്ച് ട്രംപിൻ്റെ റോളോ അല്ലെ അമേരിക്കയിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി കവാത്ത് മറക്കുന്നു എന്നുള്ള ആരോപണത്തെക്കുറിച്ചോ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാൻ തയ്യാറില്ല.
നമ്മുടെ അക്കാദമിക അറ്റ്മോസ്ഫിയറിൽ പോലും ക്യാമ്പസുകളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പല വൈസ് ചാൻസലർമാർക്കും അനുവദിക്കുന്നില്ല എന്നുള്ളൊരു വാക്യൂം വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കാൻ CPIക്ക് എങ്ങനെ ഒരു ചർച്ചാ വിഷയമാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതിനെന്തെങ്കിലും കാര്യപരിപാടികളുണ്ടോ? അത് ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ദുര്യോഗമാണ്. ഇതല്ല യഥാർത്ഥ ഇന്ത്യ. ഇന്ത്യയുടെ ശബ്ദത്തിനൊന്നും ലോകരാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടായിരുന്നു. ഇന്ത്യ ഒരു കാര്യം പറഞ്ഞാൽ ലോകം കേൾക്കുമായിരുന്നു. ഇന്ത്യക്ക് ലോകമാകെ മിത്രങ്ങളുണ്ടായിരുന്നു. ഇന്ന് മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാലും അമേരിക്ക പോലും ഇന്ത്യയെ കാര്യമായിട്ട് കാണുന്നില്ല. താരിഫ് യുദ്ധം വന്നപ്പോൾ, താരിഫ് റിവേഴ്സൽ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ആർക്കും ഇന്ത്യയോട് യഥാർത്ഥത്തിലുള്ളൊരു ബന്ധമില്ലായിരുന്നു. ബന്ധമുണ്ടെന്ന് മോദി പ്രചരിപ്പിക്കുന്ന പല രാജ്യങ്ങളും കാര്യം വരുമ്പോൾ, കച്ചവടം വരുമ്പോൾ, ലാഭത്തിൻ്റെ കാര്യം വരുമ്പോൾ, കമ്പോളം വരുമ്പോൾ, യുദ്ധത്തിൻ്റെ ആയുധങ്ങളുടെ വിനിമയം വരുമ്പോൾ അവിടെ ഒന്നും പ്രത്യേക സ്നേഹമൊന്നും ഇന്ത്യയുടെ ആരും കാണിക്കുന്നില്ല. അതേപ്പറ്റി ഇന്ത്യൻ ഡിപ്ലോമസി, ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൻ്റെ രൂപീകരണ കർത്താക്കൾ ഗൗരവമായി ചിന്തിക്കാൻ കാലം നൽകിയിരിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഒരു വാർ ഹിസ്റ്റീരിയ ഉണ്ടാക്കിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. യുദ്ധവറി എന്ന് പറയും. നയതന്ത്രപരമായും രാഷ്ട്രീയമായും മാനുഷികമായും തെറ്റായ ഒന്നാണ് യുദ്ധവറി. നിർഭാഗ്യവശാൽ യുദ്ധവറിക്ക് വളം വയ്ക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യയിലെ വലതുപക്ഷം കാര്യമായി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിന് പല കേന്ദ്രങ്ങളും ഓശാന പാടുന്നുണ്ട്. അക്കാദമിക് കേന്ദ്രങ്ങൾ, ഇൻക്ലൂഡിംഗ് ദ യൂണിവേഴ്സിറ്റീസ്, മീഡിയ, ഒപ്പീനിയൻ മേക്കേഴ്സ്, അവരെല്ലാം ശ്രമിക്കുന്നത് ഈ പറയുന്ന യുദ്ധവറിക്ക് വെള്ളമൂശി കാണിക്കാനും അതാണ് രാജ്യസ്നേഹമെന്ന് പ്രചരിപ്പിക്കാനും വേണ്ടിയാണ്. രാജ്യസ്നേഹം ജനസ്നേഹമാണ്. രാജ്യം എന്ന് പറഞ്ഞ ജനങ്ങളാണ്. അത് മൗലികമായ ഒരു സത്യമായിട്ട് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംശയമേതുമില്ല. രാജ്യരക്ഷയിൽ 100% രാജ്യസ്നേഹത്തിൽ അതിനപ്പുറത്തും കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയുടെ എല്ലാത്തരം ഉത്തമ താല്പര്യങ്ങളെയും ഉയർത്തിപ്പിടിക്കും. പ്രാണനെ പോലെ കാത്തുരക്ഷിക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം, CPIക്ക് അറിയാം, രാജ്യം ജനങ്ങളാണെന്ന്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി, വിദേശകാര്യത്തെക്കുറിച്ചും കൂടുതൽ സംസാരിക്കാൻ കാര്യം, പ്രത്യേകിച്ച് കേരളത്തിനെ എടുക്കുമ്പോൾ ഇത് മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ്. കാര്യം നമ്മുടെ ഓരോ ഫാമിലിയിൽ നിന്ന് ഒരാളെങ്കിലും ഗൾഫിൽ പോകും. ഇത് ഇപ്പോഴങ്ങനെയല്ല. വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, ലോകം മുഴുവൻ നമ്മുടെ പ്രത്യേകിച്ച് വെസ്റ്റേൺ ഇതിൽ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഒരു ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ലിവറേജ് വളരെ കുറവാണെന്നാണ് മറ്റു രാജ്യങ്ങളിൽ. നമ്മൾ പലപ്പോഴും വളരെയധികം അടുത്തറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളെന്ന് വിചാരിച്ച രാജ്യങ്ങളിൽ മേൽ നമുക്ക് അധികം ലിവറേജ് ഇല്ല എന്ന് വന്നത് എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം നമ്മുടെ രക്ഷകർത്താക്കളെയും മറ്റുള്ളവരെയും കൺസേൺ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, ഇത് പലപ്പോഴും നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയവും മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വേണ്ട രീതിയിൽ നമ്മുടെ വിദേശകാര്യ ബന്ധം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന്, അതിൻ്റെ ഒരു റെലവൻസ് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധ്യമുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതൊരു വിഷയമായി മാറാൻ ചാൻസ് ഉണ്ടോ? പലപ്പോഴും ഇത് വിഷയമാക്കുന്നത് നമ്മൾക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിന് എന്തോ മറച്ചു വയ്ക്കേണ്ട, കുട്ടികൾ പുറത്തു പോകുന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിന് എന്തോ കുറവ്. പക്ഷേ അതങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ കുട്ടികൾ കഴിവുള്ളതുകൊണ്ടാണ് അവർ പുറത്തു പോകുന്നത്. പക്ഷേ അവരെ സഹായിക്കാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പവറും ഇല്ല എന്നുള്ള ഒരു തെളിവും കൂടെ ആയിരിക്കുമ്പോൾ അത് കൂടുതൽ റെലവൻ്റ് അല്ലേ ഇപ്പോൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിദേശകാര്യ നയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇന്ത്യയെ ലോകം മാനിച്ചിരുന്നു? എന്തുകൊണ്ട് അതേ ആദരവ് ഇന്ത്യക്ക് ഇന്ന് കിട്ടുന്നില്ല? ഈ ചോദ്യത്തിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്, നയതന്ത്ര മാനങ്ങളുമുണ്ട്. ഇന്ത്യയെ ലോകം മാനിച്ച കാലത്ത് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് വ്യത്യസ്ത മുഖം ചൂണ്ടിക്കാണിക്കാൻ ഇന്ത്യക്കുണ്ടായിരുന്നു. വ്യക്തികളുടെ മുഖമല്ല, ജനങ്ങളെ ഐക്യപ്പെടുത്തുന്ന സെക്യുലർ ക്രെഡൻഷ്യൽസ്, ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ജൈനരും പാഴ്സികളും സിഖുകാരും അവരെല്ലാവരും പല മതക്കാരായിരിക്കെ ഈ രാജ്യം അവരെ എല്ലാവരെയും കോർത്തിണക്കി ഒറ്റ മനുഷ്യനെപ്പോലെ നിർത്തിയിരുന്നു. ലോകം ശ്രദ്ധിച്ച പാഠമാണത്. അത് ഇന്ത്യയുടെ വലിയ ഹെറിറ്റേജാണത്. സാമ്രാജ്യത്തെ എതിർത്ത സമരത്തിൽ നിന്ന് ഇന്ത്യ ആർജിച്ചൊരു വലിയ കരുത്താണത്. അതുകൊണ്ട് ഇന്ത്യ ആർജിച്ച ആ ഐക്യത്തിൻ്റെ പാഠങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇന്ത്യയുടെ നിലപാടിന് അതുകൊണ്ട് തന്നെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഭൂതകാലത്ത് ഒരിക്കലും ഗവൺമെൻറ് ഒരു മതത്തിൻ്റെയും ഭാഗം പിടിക്കാൻ പോയിട്ടില്ല. രാജ്യം പറഞ്ഞതെന്താ? പൗരന്മാർക്ക് മതവിശ്വാസമാകാം, പക്ഷേ ആസ് എ സ്റ്റേറ്റ്, ആസ് എ നേഷൻ, ഇന്ത്യക്ക് മതമില്ല. രാജ്യം അടിമുടി മതേതരമാണ്, സെക്യുലറാണെന്ന് പറഞ്ഞു ഇന്ത്യ. അതിന് അംഗീകാരമുണ്ട് ലോകത്ത്. ഇന്നുകൊണ്ട് ഇന്നലെയും ഉണ്ടായിരുന്നു. അത് അതുപോലെ പാലിക്കരുതെന്നാകുന്നുണ്ടോ? ആ വ്യത്യാസം ഉണ്ടാക്കിയെടുത്തത് ആരാണ്? രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെ ഇത്തരം കാര്യങ്ങളെ നിസ്സാരമായി കാണുമ്പോൾ, പള്ളി പിടിക്കുന്നവർക്ക്
സമ്മതം മുഴുവനായി രാജ്യം ഭരിക്കുന്ന പാർട്ടിയും നേതാക്കന്മാരും ഓടിപ്പുറപ്പെടുമ്പോൾ പള്ളി പൊളിച്ച് അതേ സ്ഥലത്ത് തന്നെ ഒരു പുതിയ അമ്പലം പണിതിട്ട്, അതേ സ്ഥാനത്താണ്, അവർക്ക് അമ്പലം എവിടെയും പണിയാം, ഒരു കുറ്റമില്ല, പക്ഷെ അതേ സ്ഥാനത്ത് ഒരു അമ്പലം പണിത് ആ അമ്പലത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ വേളയിൽ പൂജാരിമാരെയും സന്യാസിമാരെയും മാറ്റി നിർത്തിയിട്ട് സെക്കുലർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ മുഖ്യ പൂജാരിയാകുന്നു. ലോകമത് കണ്ടതാണ്. അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതായിരിക്കാൻ വഴിയില്ല. ഞാൻ വീണ്ടും ഓർത്തു പോകുന്നുണ്ട്, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെയും ഒക്കെ നാവിൽ ചിലപ്പോഴൊക്കെ വലിയ പ്രശംസയാണ് രാഷ്ട്രപതിയെപ്പറ്റി. ഇപ്പം സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് ഒരു കമൻ്റ് ഉണ്ടായി. രാഷ്ട്രപതി പറഞ്ഞു അതിനെ അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ ചർച്ചവേളയിലൊക്കെ കാണുന്നത് BJP വൃത്തങ്ങളെല്ലാം പറയുന്നത് രാഷ്ട്രപതിയുടെ നിലപാടിൻ്റെ മഹത്വത്തെ പറ്റിയാണ്. രാഷ്ട്രപതിയോട് ഇത്ര സമയത്തിനകം ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന പറയുന്ന സുപ്രീം കോടതിയെപ്പറ്റി അവർ ഇനി പറയാൻ ഒന്നും ബാക്കിയില്ല. നീതിന്യായ വ്യവസ്ഥയുടെ കസ്റ്റോഡിയനായിട്ടുള്ള സുപ്രീം കോടതിയെപ്പറ്റി, ഭരണഘടനയുടെ എല്ലാ പിന്തുണയുമുള്ള സുപ്രീം കോടതിയെപ്പറ്റി ഭരണവൃത്തങ്ങളാകെ തന്നെ BJPയുടെ ഓരോ ആളും പറഞ്ഞ എല്ലാ പ്രഖ്യാപനങ്ങളും നാം മറന്നു പോകാൻ പാടില്ല. അവിടെ എല്ലാം അവർ പറഞ്ഞത് രാഷ്ട്രപതി, പ്രസിഡൻറ്റ്, ദ്രൗപദി മുർമുജി എല്ലാവരും കേട്ടു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ നാടിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ജനാധിപത്യത്തിൽ ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. അവിടെയാണ് നിയമങ്ങളുണ്ടാകുന്നത്. ആ പാർലമെൻറ്റിൻ്റെ ബിൽഡിംഗ് ഗവൺമെൻറ്റിന് മാത്രം അറിയാവുന്ന കാരണത്താൽ വാശി പിടിച്ച് ഗവൺമെൻറ് ടൈം ബൗണ്ടായി തന്നെ വളരെ വേഗതയിൽ പുതിയ മന്ദിരം പണിതു. ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ MP ആയിരുന്നു. പാർലമെൻറ്റിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറായിരുന്നു ഞാൻ. അതുകൊണ്ട് ആ ചടങ്ങിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ എന്താ ഉണ്ടായത്? ഇവരിന്ന് ഇതുപോലെ ഉദാത്തമായി പാടിപ്പുകഴ്ത്തുന്ന രാഷ്ട്രപതിയെ, ദ്രൗപദി മുർമുജിയെ അവിടെ ഒന്നും കണ്ടില്ല. വാസ്തവത്തിൽ ഉദ്ഘാടകയാകേണ്ടത് രാഷ്ട്രപതിയാണ്, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ്, ഒന്നാമത്തെ സിറ്റിസൺ അവരാണ്. ഭരണഘടന സംശയലക്ഷമന്യെ പറയുന്നുണ്ട്, പാർലമെൻറ്റ് മീൻസ് ദ പ്രസിഡൻറ്റ്, ദ രാജ്യസഭ ആൻഡ് ദ ലോക്സഭ. അത് പറയുന്നില്ല പ്രൈം മിനിസ്റ്ററെ പറ്റി, അത് മിണ്ടുന്നേയില്ല കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന്. പക്ഷെ ആരെക്കാളും വലുതാണ് പ്രസിഡൻറ്റ്. ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ എന്തുകൊണ്ട് രാഷ്ട്രപതിയെ കണ്ടില്ല? ഞാൻ കണ്ടത് അവിടെയും ഉദ്ഘാടകൻ പ്രധാനമന്ത്രിയായിരുന്നു. അന്ന് ഒരു ചോദ്യം ഉന്നയിച്ചു ഞാൻ. ആ ചോദ്യം ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാവരും വീണ്ടും കേൾക്കാൻ വേണ്ടി. ചോദ്യം ഇതായിരുന്നു, എന്താണ് രാഷ്ട്രപതിക്ക് അയോഗ്യത? രാഷ്ട്രപതി സ്ത്രീ ആയതുകൊണ്ടാണോ? രാഷ്ട്രപതി ആദിവാസി ആയതുകൊണ്ടാണോ? രാഷ്ട്രപതി ഒരു വിധവയാണ്, അതാണോ അയോഗ്യത? അത് ഇന്നോളം ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. BJP ഇപ്പോഴെങ്കിലും പറയണം. രാഷ്ട്രപതിക്ക് വേണ്ടി ഇത്രയും വലിയ വാചാലമായിക്കൊണ്ട് തന്നെ മുതലക്കണ്ണീർ പിടിക്കുമ്പോൾ ഈ സമയത്തെങ്കിലും പറയണം. ആ ഘട്ടത്തിൽ പോലും രാഷ്ട്രപതിയെ മാനിക്കാത്ത BJP എന്തുകൊണ്ട് രാഷ്ട്രപതിയെന്ന് മാനിച്ചില്ലെന്ന കാര്യം അറിയാൻ ഈ നാടിന് അവകാശമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഉത്തരം വേണം. ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള രണ്ട് കീ ഫങ്ഷൻസ്, ഒന്ന് വെൽഫെയർ പ്രോഗ്രാംസ് ചെയ്യുക എന്നുള്ള ഇതാണ്, രണ്ടാമത് നിയമനിർമ്മാണം നടത്തുക. അപ്പോൾ നിയമനിർമ്മാണത്തിൻ്റെ മേൽ ഗവർണർമാർ അത് തടസ്സപ്പെടുത്തുക, വെൽഫെയർ പ്രോഗ്രാം ഡിനൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ സാമ്പത്തിക അവകാശങ്ങൾ നിഷേധിക്കുക. ഈ രണ്ട് കീ ഫങ്ഷൻസും ഒരു കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഒരു യൂണിയൻ ഗവൺമെൻറ് അതിനുമേൽ തടസ്സം വരുമ്പോൾ ഒരു സംസ്ഥാന സർക്കാരിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? രണ്ട്, അത് വോട്ടർമാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും ഒരു ചിന്ത, ഈ ഇങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമല്ല, പക്ഷേ ഇങ്ങനെ ഒരു സർക്കാരിനെ വോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ തന്നെ അവകാശങ്ങളെ നിഷേധിക്കപ്പെടുകയല്ലേ? അതിനെ കാട്ടി ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന ഒരു വരുന്ന നല്ലത് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ഉത്തരമായിരിക്കും താങ്കൾ? ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ്റിനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് BJP രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ എക്സ്പോസ് ചെയ്യണം, തുറന്നു കാണിക്കണം. ആ രാഷ്ട്രീയം ഫെഡറൽ തത്വങ്ങളുടെ നിരാസമാണ് പൂർണ്ണമായിട്ടും. ഫെഡറലിസം അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടനാ പ്രമാണം തന്നെയാണ്. അതിനകത്ത് സംസ്ഥാനങ്ങളും അവരുടെ അധികാരങ്ങളും പ്രധാനമാണ്. അതുപ്രകാരം വേറൊന്നും വേണ്ട. അനാവശ്യമായതോ അന്യായമായതോ അവിഹിതമായതോ ഒന്നും വേണ്ട. ഏറ്റവും ന്യായമായി കിട്ടേണ്ടത് കിട്ടിയേ തീരൂ സംസ്ഥാനങ്ങൾക്ക്. അത് കൊടുക്കാൻ മടിക്കുന്നു BJP ഗവൺമെൻറ്. അതുകൊണ്ടാണ് കേരളം ശിക്ഷിക്കപ്പെടുന്നത്. തമിഴ്നാട് പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും രാഷ്ട്രീയമായി BJPക്ക്
ഇഷ്ടപ്പെടാത്ത പാർട്ടികളോ മുന്നണിയോ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനവും ശിക്ഷിക്കപ്പെടുകയാണ്. അതിനെതിരായിട്ടാണ് കേന്ദ്രത്തിനോട് കേരളം എല്ലാ തരത്തിലും സമരം ചെയ്തത്. നിവേദനം കൊടുത്തിട്ടുണ്ട്, കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട്, ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയിട്ടുണ്ട്, കോടതി കേസിലും പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മൗലികമായ ലക്ഷ്യം എന്താ? ഫെഡറൽ ഇന്ത്യയായി കാത്തുരക്ഷിക്കാൻ വേണ്ടിയാണ്. ഭരണഘടനയുടെ മൗലിക പ്രമാണങ്ങളിലൊന്നായ ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ജനങ്ങളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതിയാകും. ഇപ്പോൾ തന്നെ ബില്ലുകളുടെ മേൽ അടയിരിക്കുന്നു ഗവർണർമാരും രാഷ്ട്രപതിയും. ഒരു വിഷയമാണ്. മോദിയുടെ വാക്കാണല്ലോ, മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേർണൻസ്. നല്ല ഇമ്പമുള്ള വാഗ്ദാനമാണത്. ഈ മാക്സിമം ഗവേർണൻസിൻ്റെ ഒരവശ്യ ഘടകമാണ് ബില്ലുകൾ, നിയമനിർമ്മാണങ്ങൾ വേഗത്തിൽ പാസ്സാക്കി നടപ്പിലാക്കപ്പെടുക എന്നുള്ളത്. അതിനെയാണ് BJP അട്ടിമറിക്കുന്നത്. മോദി എപ്പോഴും കാപട്യത്തിൻ്റെ ഭാഷയിൽ പറയുന്ന ഈ മാക്സിമം ഗവേർണൻസിൻ്റെ തത്വങ്ങളെയാണ് BJP തോൽപ്പിക്കുന്നത്. അസംബ്ലിയോ പാർലമെൻറ്റോ ഒരു ബില്ല് പാസ്സാക്കിയാൽ ആ ബില്ല് നിയമമായി നടപ്പിലാക്കപ്പെടണമെങ്കിൽ ഗവർണേഴ്സിൻ്റെയോ പ്രസിഡൻറ്റിൻ്റെയോ അനുമതി വേണം. ആ അനുമതിക്ക് അയച്ചു കൊടുത്താൽ നിരുത്തരവാദപരമായി ആ ബില്ലുകളുടെ മേൽ അവർ അടയിരിക്കുകയാണ്. അസംബ്ലി ബില്ല് അവതരിപ്പിച്ചു, ചർച്ച ചെയ്ത് ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എല്ലാം കഴിഞ്ഞ് പാസ്സാക്കി, പാർലമെൻറ്റിൽ പാസ്സാക്കി അത് എത്തിച്ചു കൊടുത്താൽ രാഷ്ട്രപതിയോ ഗവർണറോ ഒപ്പിടുമ്പോഴേ ആ പ്രസവം പൂർത്തിയാകും. അപ്പോഴേ നിയമമാകൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാൻ BJP ചാട്ടം പിടിക്കുകയാണ്. ഗവർണർമാരെ കൊണ്ടും രാഷ്ട്രപതിയെ കൊണ്ടും ഈ തെറ്റായ രാഷ്ട്രീയം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് BJP രാഷ്ട്രീയത്തിൻ്റെ ഈ കൊടിയ അനീതി നടപ്പിലാക്കേണ്ട ആൾക്കാരായി രാഷ്ട്രപതിയും ഗവർണേഴ്സും മാറാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും പലവട്ടം പറഞ്ഞു, ഗവർണർമാർ BJPയുടെ രാഷ്ട്രീയ കാര്യസ്ഥന്മാരെ മാറാൻ പാടില്ല. രാജ്ഭവനുകൾ സംസ്ഥാനങ്ങളിലെ BJPയുടെ ക്യാമ്പ് ഓഫീസായി മാറാൻ പാടില്ല. അതുകൊണ്ട് CPI സ്റ്റാൻഡ്. ഇടതുപക്ഷം എന്നും പറഞ്ഞ കാര്യം ഇതാണ്. അത് ഉറക്കെ പറയാൻ കാലമായിരിക്കുന്നു ഇപ്പോൾ വീണ്ടും. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മാക്സിമം ഗവേർണൻസിൻ്റെ മോദി വാഗ്ദാനത്തിൻ്റെ കടയ്ക്ക് കത്തിവയ്ക്കും വിധമാണ് ഇപ്പോൾ BJPയുടെ വാദങ്ങൾ. എത്ര കാലം വരെ ഇരിക്കട്ടെ ഓരോ ബില്ലും രാജ്ഭവനിലോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിലോ അവിടെ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ഗവർണൻസ്? മാക്സിമം പോട്ടെ, മിനിമം ഗവർണൻസിന് പോലും വേണം നിയമങ്ങൾ പാസ്സാക്കപ്പെടണം. അതേ സുപ്രീം കോടതി പറഞ്ഞുള്ളൂ. തമിഴ്നാടും കേരളവും എല്ലാം സുപ്രീം കോടതിക്ക് അതിനുവേണ്ടി മാത്രമാണ്, പറഞ്ഞതിന് വേണ്ടിയല്ല, ഗവർണൻസിന് വേണ്ടിയാണ്, കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടിയാണ്, ഭരണം സ്തംഭിച്ച് മുന്നോട്ട് പോകാത്ത അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതിനെയാണ് അവരിപ്പോൾ വെല്ലുവിളിക്കുന്നത്, മതിൽ പണിയുന്നത്. എന്ന് പറഞ്ഞാൽ BJP രാഷ്ട്രീയത്തെ BJP തന്നെ പ്രസിഡൻറ്റിനെ കൊണ്ട് ഗവർണേഴ്സിനെ കൊണ്ട് ചോദ്യം ചെയ്യിക്കുകയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മോദി പറയണം ഈ മാക്സിമം ഗവർണൻസിനെ പറ്റിയുള്ള എൻ്റെ അല്ലെങ്കിൽ BJPയുടെ അവകാശവാദം തെറ്റാണെന്ന് സമ്മതിക്കണം മോദി. അല്ലെങ്കിൽ ഈ നിലപാട് മാറ്റണം. രാഷ്ട്രപതിയെ കൊണ്ടും ഗവർണർമാരെ കൊണ്ടും ഭരണപ്രക്രിയയെ, ഗവേർണൻസിനെ വഴിപടക്കുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഇടതുപക്ഷം പോരാടുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട്.